ഒരു പിടി അരി. ചൈനയിലെ ഒരു ഗ്രാമത്തിൽ വളരെ പാവപ്പെട്ട ഒരു പെൺകുട്ടി അവളുടെ മുത്തശ്ശിയോടൊപ്പം താമസിച്ചിരുന്നു. അവരുടെ വീട് ഒരു കുടിലായിരുന്നു. അവൾക്ക് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. അവളുടെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയാണ് നോക്കി നടത്തിയിരുന്നത്. മുത്തശ്ശി എല്ലാ ദിവസവും തൊട്ടടുത്തുള്ള ഒരു നദിയിൽ മത്സ്യത്തെ സ്വന്തം ആവശ്യത്തിനും വിൽക്കുന്നതിനും വേണ്ടി പിടിക്കുവാൻ പോകുമായിരുന്നു. മത്സ്യത്തെ പിടിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു ചൂണ്ട ഉണ്ടായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ മുത്തശ്ശി മത്സ്യത്തെ പിടിക്കുവാൻ നദിയിലേക്ക് പോയി. പോകുന്നതിന് മുൻപ് അവൾ പെൺകുട്ടിയോട് പറഞ്ഞു, മകളെ, ഇന്ന് നീ 2 പിടി അരി പാകം ചെയ്യേണ്ട. പകരം 1 പിടി അരി മാത്രം ഇട്ടാൽ മതി. അങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോയി. മുത്തശ്ശി വാസ്തവത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ വിചാരിച്ചു, ഞാൻ 1 പിടി അരി മാത്രമാണ് പാകം ചെയ്യുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് 2 പേർക്കും തികയുകയില്ല. എങ്ങനെയായാലും ഞാൻ 2 പിടി അരി വേവിക്കാൻ പോകുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൾ ഒരു പാത്രമെടുത്ത് അതിൽ 2 പിടി അരിയിട്ടു. തുടർന്ന് അവൾ അതിനെ അടുപ്പിന്റെ മുകളിൽ വച്ചിട്ട് അടുപ്പിനുള്ളിൽ വിറകിട്ടു. അതിന് അവൾ തീ കൊടുത്തു. അരി തിളക്കുവാൻ തുടങ്ങി. ഒരൽപ്പം കഴിഞ്ഞപ്പോൾ അവൾ അടപ്പ് തുറന്ന് അരിയെല്ലാം കുഴമ്പായി മാറുന്നത് കണ്ടു. അരി കുഴമ്പായി മാറുന്നത് കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോയി. പെട്ടെന്ന് ആ കുഴമ്പ് പാത്രത്തിൽ വിളമ്പുന്നതിൽ നിന്ന് കവിഞ്ഞൊഴുകാൻ തുടങ്ങി. അത് തറയിലേക്ക് ഒഴുകുകയും അതിൻ്റെ ഒഴുക്ക് തുടരുകയും ചെയ്തു. പെൺകുട്ടി പേടിച്ചുപോയി. അവൾ അലറി വിളിച്ചുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഓടി. അവൾ അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. ഏകദേശം ഈ സമയത്ത് അവളുടെ മുത്തശ്ശി തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ പെൺകുട്ടി തന്റെ നേരെ ഓടി വരുന്നതും അവളെ പിന്തുടർന്ന് കുഴമ്പിന്റെ ഒരു പുഴ ഒഴുകി വരുന്നതും കണ്ടു. പെൺകുട്ടിയോടി മുത്തശ്ശിയുടെ അടുക്കിലെത്തി നടന്ന എല്ലാ സംഭവങ്ങളും പറഞ്ഞു. പെൺകുട്ടി അവളെ അനുസരിക്കാത്തത് കൊണ്ട് മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. അവർ അവരുടെ ചൂണ്ടക്കോൽ ഉയർത്തി അവളെ മതിയാവോളം തല്ലി. പെട്ടെന്ന് കുഴമ്പു നദി പെൺകുട്ടിയുടെ മീതെ കൂടി നദിയിലേക്ക് ഒഴുകി. കുഴമ്പിന്റെ പ്രവാഹം നിലച്ചപ്പോൾ പെൺകുട്ടിയെ ഒരിടത്തും കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൾ നിന്ന സ്ഥാനത്ത് ഒരു കുരങ്ങ് മാത്രം ഉണ്ടായിരുന്നു. അത് അടുത്തുള്ള ഒരു വൃക്ഷത്തിലേക്ക് ചാടിക്കയറി മുത്തശ്ശിയോട് സംസാരിച്ചു. മുത്തശ്ശി, അവിടുന്ന് എന്തിനാണ് അനാവശ്യമായി എന്നെ തള്ളിയത്? ഈ ലോകത്തിൽ നിങ്ങളുടെ ഒരേ ഒരു സഹായമായിരുന്നു ഞാൻ. മറ്റാരാണ് ഈ ലോകത്തിൽ നിങ്ങളെ സഹായിക്കുവാനായിട്ടുള്ളത്? അജ്ഞാതമായ ലോകത്തേക്ക് ഞാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുരങ്ങ് അപ്രത്യക്ഷമായി. ഇമ വെട്ടാതെ ആ മരത്തെ തുറച്ചു നോക്കിക്കൊണ്ട് മുത്തശ്ശി അവിടെ നിന്നു. ശുഭം.